ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ഒരു ബാഗ് നിറയെ സാധനങ്ങൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്നാൽ നിർബന്ധമായിട്ടും നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് പ്രൊഡക്ട്സ് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ബിഗിനർ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാഗിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ കറക്ടറാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും നമ്മുടെ ഫേസിലുള്ള മറ്റു പാടുകളൊക്കെ മായ്ക്കാൻ ഈ ഒരു ഓറഞ്ച് കളർ കറക്ടർ അത്യാവശ്യമാണ്. ഇവിടെ കാണിക്കുന്നത് LA ഗേളിന്റെ ഈ ഒരു ആണ്. അപ്പോൾ ഇത് തുടക്കക്കാരെന്ന നിലയിൽ നമുക്കൊരു 700 സംതിങ് ഓഫറിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ വാങ്ങിയിരിക്കണം. അടുത്തത് ഫൗണ്ടേഷൻ ആണ്. ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് ഷെയ്ഡ് ഫൗണ്ടേഷൻ ഒന്നും വാങ്ങി വെക്കേണ്ട. ഒരു ഡാർക്ക് ഒരു ലൈറ്റ് മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രൈഡിന്റെ സ്കിൻ ടോൺ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഷെയ്ഡുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ മാക്കിന്റെ ഈ ഒരു മിനി ലിപ്സ്റ്റിക്കുകളാണ്, മിനി ഫൗണ്ടേഷൻ ആണ് മാക്കിന്റെ. അപ്പോൾ ഇത് രണ്ടും, ഇത് ലൈറ്റും ഇത് ഡാർക്കും. അപ്പോൾ ഇതിന്റെ ലൈറ്റ് ഞാൻ എടുത്തിരിക്കുന്ന NC20 ആണ് ലൈറ്റ് എടുത്തേക്കുന്നത്. ഡാർക്ക് NC45 ആണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ഈ രണ്ട് ഷെയ്ഡ് എടുത്താൽ മതി. നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതിലും താഴ്ന്നത്, അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിനി പ്രൊഡക്ട്സ് വെച്ച്, ഇപ്പോൾ എല്ലാത്തിൻ്റെയും മിനി പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് മേക്കയിലൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നമുക്ക് അണ്ടർ റേറ്റഡ് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിരിക്കുക, ബ്രൈഡ്സിന് പ്രത്യേകിച്ച്. കാരണം നമ്മുടെ വാനിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബാഗിലുള്ളതെങ്കിൽ അവർക്കും അതൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ബ്യൂട്ടി സ്പോഞ്ച് അത്യാവശ്യമാണ്. പിന്നെ ഇതിന്റെ ബ്രഷസ് ഉണ്ടാവും വാങ്ങിക്കാൻ. അഫോർഡബിൾ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെയ്ലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബ്രഷാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആമസോണിലുണ്ടാവും. ലിങ്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതേപോലുള്ള മിനി ബ്യൂട്ടി സ്പഞ്ച് നമുക്ക് കൺസീലറൊക്കെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതും കരുതിയേക്കാം. അടുത്തത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും നമുക്ക് കൺസീലർ മസ്റ്റാണ്. അപ്പോൾ ഞാൻ LA ഗേളിന്റെ തന്നെ ഒരു ലൈറ്റ് കൺസീലറും പിന്നെ അതേപോലെ ഒരു ഡാർക്കും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രൈഡിന്റെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയാണോ മിക്സ് ചെയ്ത് അതേപോലെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് വാം ഹണി എന്ന് പറഞ്ഞ് ഉള്ളതിൽ ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബിഗിനർ എന്ന നിലയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പോകെ പോകെ നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഹൈ എൻഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാം. പിന്നെ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഫോൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തും കുറച്ച് ലൈറ്റാണ്. ഇതിലും ഡാർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ വേറെ അഫോർഡബിൾ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം. 2 കൺസീലറാണ് ബിഗിനർ ആകുമ്പോൾ നമ്മുടെ ബാഗിൽ കരുതേണ്ടത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരു പിസ്സ പഫ്, ഇത് നമുക്ക് സെറ്റിംഗ് പൗഡർ നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പിസ്സ പഫും അത്യാവശ്യം. പിന്നെ നമുക്ക് ഫേസ് ഒന്ന് ഷേപ്പ് ചെയ്യാനും പിന്നെ ബ്ലഷ് ചെയ്യാനും പിന്നെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷുഗർ കോസ്മെറ്റിക്കിൻ്റെ ഈ ഒരു കോംബോ പാക്കറ്റാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ഒരുപാട് പൈസ കളയാതെ, എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ച് ഒരുപാട് കാശ് കളയാതെ നമുക്ക് ഇതുപോലൊരു പാലറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കോണ്ടോർ ഉണ്ട്, ഹൈലൈറ്റർ, ബ്ലഷ് വരുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം പിന്നെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം. കാരണം നമ്മൾ പല സ്കിൻ ടോണിലുള്ള ബ്രൈഡ്സിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു ബ്ലഷ് ഒന്നും മതിയാവില്ല. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ വെച്ച് ചെയ്യുക. പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഇപ്പം ഡാർക്ക് ബ്രൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് കോറൽ, ടെറാക്കോട്ട ആ ടൈപ്പുള്ള ആ ഒരു ഷെയ്ഡ് വരുന്ന ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഹൈലൈറ്റർ വരുമ്പോൾ ഒരു ചാമ്പയിൻ ഷെയ്ഡ് വരുന്ന, കുറച്ച് ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്ന ഗോൾഡൻ അങ്ങനെ വരുന്ന ആൻറ്റിക് ഷെയ്ഡൊക്കെ വരുന്ന ഹൈലൈറ്റർ ആയിരിക്കും കുറച്ചും കൂടെ ചേരാൻ നല്ലത്. തുടക്കത്തിൽ നമ്മൾ ഇതുപോലെ ഒരു പാലറ്റ് കോംബോ കിട്ടുകയാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്തിട്ട് പോകെ നമ്മൾ മാറ്റി യൂസ് ചെയ്യാം. ഫേസിൽ ഇട്ടിരിക്കുന്ന ഈ ക്രീം പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു K ബ്യൂട്ടീൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബനാന ഷെയ്ഡാണത്. ബ്രൈഡൽ മേക്കപ്പ് ക്രീസ് ആവാതിരിക്കാൻ ഇത് മസ്റ്റാണ്, നമ്മളിത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു K ബ്യൂട്ടീൻ്റെ ലൂസ് പൗഡറാണ്, സെറ്റിംഗ് പൗഡറാണ്, ലൂസ് പൗഡറാണ്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാക്കിൻ്റെ ഈ ഒരു 2 ഐബ്രോ പൊമേഡും ഐബ്രോ പൗഡറുമാണ് ഒക്കെ പോയി. ഈ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ നാച്ചുറൽ ഫിനിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോ പൗഡർ യൂസ് ചെയ്യാം. അതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇത് തീരെ നമുക്ക് ഐബ്രോ ഇല്ലാത്ത ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജെൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രൈഡിന് എപ്പോഴും ഇതേപോലൊരു ജെൽ പൊമേഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ ഈ
പൗഡർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നമ്മളത് കഴുകി കളയുന്നത് വരെ പോവില്ല. അപ്പം അങ്ങനെയും ചെയ്യാം നമുക്ക്. ഞാൻ മസ്കാര ആയിട്ട് യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ബബിൾ കൊളോസൽ എന്ന് പറയുന്ന ഈ ഒരു മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല കണ്ണിന് വോളിയം തരും. പിന്നെ നമുക്ക് ചില ബ്രൈഡ് നമ്മളോട് എടുത്ത് പറയും നമുക്ക് ഇത് വേണ്ട, മീൻസ് ലാഷസ് വേണ്ട, നമുക്ക് ലാഷസ് വേണ്ട എന്ന് എടുത്ത് പറയും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു മസ്കാര നന്നായിട്ടുണ്ടാവും കേട്ടോ, നമ്മൾ ബിഗിനർ എന്ന നിലയിൽ. പിന്നെ ഐ മേക്കപ്പിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു എൻ്റെ ഫേവറേറ്റ് ആണ്, ഈ ഒരു ഷോപ്പാരലിൻ്റെ വെഡ്ഡിംഗ് ബെൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊരു ട്രാജഡി സ്റ്റോറി ഉണ്ട്. ഇത് വാങ്ങി പിറ്റേന്ന് തന്നെ എൻ്റെ പുത്രി ഇത് രണ്ടാക്കി. ഓക്കെ, അത് വിട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മാക്സിമം ഒട്ടുമിക്ക ഷെയ്ഡും ഉണ്ടാവും ഇതില്. ഫുൾ നമുക്കൊരു ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു, ഞാൻ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നമുക്കൊരു ബ്രൈഡൽ വെയറിന് പറ്റിയ ഷിമ്മർ ഷെയ്ഡ്, പിന്നെ നമ്മുടെ പാർട്ടി ലുക്കിന്, അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് നമ്മളൊരു ഡാസ്ക് ഏത് സ്കിൻ ടോൺ കിട്ടിയാലും, ഇത് ബിഗിനർ എന്ന നിലയിലല്ല, ഇത് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയാലും നമുക്ക് ഈ പാലറ്റ് തന്നെ മതി. ഇത് ഏതാണ്ട് അറൗണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 4000 സംതിങ് ആണ്. എനിക്ക് ഓഫറിന് 3500 സംതിങ് ആണ് ഞാൻ വാങ്ങിച്ചത്. കാരണം നമ്മൾ ഈ ഐ മേക്കപ്പിൽ, മീൻസ് ബ്രൈഡൽ മേക്കപ്പിൽ ഐ മേക്കപ്പ് ആണല്ലോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കാം മാക്സിമം. പിന്നെ വേണമെന്നുണ്ടേ തീരെ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെയാണ് നമുക്ക് റെവല്യൂഷൻ അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. പിന്നെ പഠിക്കാനായിട്ട് നമുക്ക് സ്വിസ് ബ്യൂട്ടിൻ്റെ ഐഷാഡോ പാലറ്റിൻ്റെ മാഴ്സ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. ഒരു ബ്രൈഡിനെ നമ്മൾ ഒരുക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കുറച്ച് അത്യാവശ്യം റേറ്റിംഗ്സ് ഉള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. ബ്രൈഡിന് നമ്മൾ മേക്കപ്പ് ചെയ്താൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. പിന്നെ അത് മെൽറ്റ് ആവാതിരിക്കാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ലോറിയലിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ ഈ മേക്കപ്പ് മാത്രമല്ല, നമ്മൾ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈലും പ്രധാനമാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു തുടക്കത്തിൽ നമ്മൾ ഇതുപോലൊരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോസ്, നമ്മളിപ്പോൾ ഒരു ബ്രൈഡിനെ ഒരുക്കി നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോസ് ഇട്ട് കണ്ടിട്ടായിരിക്കും നമുക്കിപ്പോൾ ഓൺലൈൻ ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ മറ്റാരാണെങ്കിൽ തന്നെ നമുക്ക് അടുത്തൊരു വർക്ക് തരാം. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഷോസ്കോഫിൻ്റെ ഷൈനിങ് സ്പ്രേ ആണ്. അപ്പോൾ ഇതും നമ്മൾ എന്തായാലും തുടക്കത്തിൽ കരുതണം. നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഇത് മസ്റ്റാണ്. അപ്പം ഇത് രണ്ടും തുടക്കത്തിൽ നമ്മൾ എന്തായാലും വാങ്ങിയിരിക്കണം. ബാക്ക് കോമ്പ് ഉണ്ട്. ഇതുപോലെ ഒരു രണ്ട്, ഇത് ടെയിൽ കോമ്പാണ്, ഇത് ബാക്ക് കോമ്പാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്യൂരിയോസിറ്റിക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് തന്നെ മതി നമുക്ക് ബാക്ക് കോമ്പ് ചെയ്യാനും സെക്ഷൻ എടുക്കാനും ഒക്കെ ഈ ഒരു കോമ്പ് മതി. അപ്പം ഇത്രയാണ് നമുക്കൊരു ബിഗിനർ മേക്കപ്പ് കിറ്റിൽ വരുന്നത്. ഇത് അറൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ഏതാണ്ട് 25,000 അടുത്താണ്. അത്രയും കൂടെ ആയി ഇത് പർച്ചേസ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മളൊരു കുറച്ച് നാളത്തേക്ക് നമ്മളൊരു ബിഗിനറായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച്, കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ പഠിച്ചിറങ്ങി പെട്ടെന്നൊന്നും നമുക്ക് വർക്ക് കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അപ്ലോഡൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ അല്ലാതൊക്കെ ആയിരിക്കാം നമുക്ക് പുതിയ വർക്ക് കിട്ടുക. അപ്പം പിന്നെ നമുക്ക് ഈ മേക്കപ്പ് അല്ലാതെ നമുക്ക് മെയിനായിട്ട് ഫേസിൻ്റെ പ്രപ്പ് പ്രധാനമാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന പ്രൈമറി സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു പ്രൈമറും പ്യൂർലിസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറുമാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്കിൻ പ്രപ്പിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കിൻ പ്രപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഏതൊരു ബേസും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ തുടക്കക്കാരായ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ബേസിക് ആയിട്ട് വാങ്ങിക്കേണ്ട പ്രൊഡക്ട്സ് ആണ് ഇവയൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.